ഓം നാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. മഹാഭാരതം വിരാടപർവം. അർജുന കൗരവ യുദ്ധം. അർജുനൻ ദേവലോകത്തു നിന്ന് തനിക്ക് ലഭിച്ച ദേവദത്തം എന്ന് ശംഖു വിളിച്ചു. പർവ്വതം പോലും പിളരുന്ന വിധം ഭയങ്കരമായിരുന്നു അതിൻ്റെ ശബ്ദം. ഇത് കേട്ട് ഉത്തരൻ നടുങ്ങി തേർത്തട്ടിലിരുന്നു പോയി. അർജുനൻ അവനെ സമാശ്വസിപ്പിച്ച് ഉത്സാഹഭരിതനാക്കി. അതിനുശേഷം ജിഷ്ണു ഗാന്ഡീവം കയ്യിലെടുത്ത് ഉലച്ചു. ഞാൻ കെട്ടിയ ഗാന്ഡീവം ഒന്ന് ഉലച്ചപ്പോൾ ആരെയും കിടിലം കൊള്ളിക്കുന്ന ഒലിയുണ്ടായി. ആ മുഴക്കം കേട്ട കൗരവ സൈന്യത്തിലുണ്ടായിരുന്ന കുതിരകൾ മുട്ടുകുത്തി. വലിയ വൃക്ഷങ്ങൾ പോലും കുലുങ്ങി. കൗരവ നേതാക്കന്മാരുടെ സംശയമെല്ലാം തീർന്നു. സ്ത്രീവേഷത്തിൽ കണ്ടത് അർജുനനെ തന്നെയാണ്. അവൻ തങ്ങളോട് യുദ്ധം ചെയ്യാൻ തയ്യാറായി വന്നിരിക്കുന്നുവെന്ന് അവർക്ക് ബോധ്യമായി. പശുക്കളെ വിട്ടുകൊടുത്ത് യുദ്ധം ഒഴിവാക്കുന്നതാണ് അഭികാമ്യമെന്ന് ദ്രോണർ വീണ്ടും വ്യക്തമാക്കി. ദുര്യോധനന് ഭയത്തിന് പകരം സന്തോഷമാണ് ഉണ്ടായത്. അജ്ഞാതവാസം തീരുന്നതിന് മുമ്പായി അർജുനനോടായാലും യുദ്ധം ചെയ്യുക തന്നെ, ദുര്യോധനൻ തൂർത്തു പറഞ്ഞു. കർണനും ദുര്യോധനന്റെ അഭിപ്രായത്തെ അനുകൂലിച്ചു. ഈ യുദ്ധത്തിന് ദ്രോണാചാര്യർക്ക് വൈമുഖ്യമുണ്ടെങ്കിൽ അദ്ദേഹം പിന്നണിയിലേക്ക് പോയിക്കൊള്ളട്ടെ. അർജുനനെ സമുദ്രത്തെ കരയെന്ന മാതിരി ഞാൻ തടുത്തു നിർത്തും. ഞാൻ പാർത്ഥനേക്കാൾ ഒട്ടും താഴെയല്ല, കർണൻ പറഞ്ഞു. ദുര്യോധനന്റെ അമ്മാവനായ ശകുനിയും അർജുനനെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസക്കാരനായിരുന്നു. എല്ലാവരെയും യുദ്ധം ചെയ്യാൻ ശകുനി പ്രേരിപ്പിക്കുകയും ചെയ്തു. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നിന്നിരുന്ന കൃപാചാര്യരും ദ്രോണപുത്രനായ അശ്വത്ഥാമാവും ഇപ്പോൾ യുദ്ധം ചെയ്യുന്നത് ഒഴിവാക്കണം എന്നുള്ള അഭിപ്രായക്കാർ ആയിരുന്നു. അവസാനം ഭീഷ്മപിതാമഹൻ തന്നെ യുദ്ധത്തിൻ്റെ ദോഷത്തെക്കുറിച്ച് ദുര്യോധനോട് പറയുകയും പാണ്ഡവരുടെ അജ്ഞാതവാസത്തിൻ്റെ 1 വർഷം തലേന്ന് പൂർത്തിയായി എന്ന് കണക്കുകൂട്ടി പറയുകയും ചെയ്തു. ഭീഷ്മരോട് ദുര്യോധനും മറ്റും വെറുപ്പുണ്ടായതല്ലാതെ അദ്ദേഹത്തിൻ്റെ ഉപദേശത്തിന് അവരാരും ഒരു വിലയും കൽപ്പിച്ചില്ല. ദുര്യോധനൻ ആരുടെയും ഉപദേശമോ നിർദ്ദേശമോ അംഗീകരിക്കാൻ തയ്യാറായില്ല. അവനും കർണനും ശകുനിയും യുദ്ധം ചെയ്തേ മതിയാവൂവെന്ന് നിർബന്ധം പിടിച്ചപ്പോൾ ഭീഷ്മൻ, ദ്രോണൻ, കൃപൻ തുടങ്ങിയ എല്ലാവർക്കും വഴങ്ങേണ്ടി വന്നു. കൗരവപക്ഷത്തെ പ്രമാണികൾ ഇപ്രകാരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അർജുനന്റെ രഥം അവരുടെ മുന്നിലെത്തിക്കഴിഞ്ഞു. ദുര്യോധനൻ പെട്ടെന്നൊരു വ്യൂഹം ചമച്ചു. കർണൻ മുന്നിലും അശ്വത്ഥാമാവ് കർണന്റെ പിന്നിലും കൃപൻ മധ്യത്തിലും ഭീഷ്മരും ദ്രോണരും ഇരുഭാഗങ്ങളിലും ദുര്യോധനൻ ഏറ്റവും പിന്നിലുമായിട്ടാണ് നിൽപ്പുറപ്പിച്ചത്. ചുറ്റിലും ആയുധമേന്തിയ കാലാൾപ്പടയും അശ്വാരൂഢരും ഗജാരൂഢരുമായ യോദ്ധാക്കളും ഉണ്ടായിരുന്നു. ശത്രുവ്യൂഹത്തിന്റെ മുന്നിലെത്തിയ അർജുനൻ ദുര്യോധനെയാണ് ആദ്യം തിരഞ്ഞത്. സുയോധനൻ പിന്നിലാണ് എന്നറിഞ്ഞപ്പോൾ അവന്റെ അടുത്തേക്ക് രഥം നയിക്കാൻ ഉത്തരനോട് ആവശ്യപ്പെട്ടു. ശത്രു സൈന്യങ്ങളുടെ മധ്യത്തിലൂടെ ദുര്യോധനെ ലക്ഷ്യമാക്കി മിന്നൽപ്പിണരിന്റെ വേഗതയോടെ ഉത്തരൻ രഥം പായിച്ചു. അർജുനൻ ദുര്യോധനോട് ഏറ്റുമുട്ടി. വിശന്നു പൊരിയുന്ന വ്യാകരണം മാനിന്റെ മേൽ ചാടി വീഴുന്നത് പോലെയായിരുന്നു അർജുനന്റെ ആക്രമണം. അധിക നേരം അതിനെ എതിർത്ത് നിൽക്കാൻ ദുര്യോധനന് കഴിഞ്ഞില്ല. അവന്റെ തേര് പൊളിഞ്ഞു. സൂതൻ മരിച്ചു വീണു. കുതിരകൾ വിരണ്ടോടി. ആയുധങ്ങളെല്ലാം തകർന്നു. ദുര്യോധനൻ അവിടെ നിന്നും ജീവനും കൊണ്ട് ഓടി. ഇത് കണ്ടു നിന്ന കർണൻ അർജുനനോട് ഏറ്റുമുട്ടി. ഇവർ തമ്മിലുണ്ടായ യുദ്ധം അത്യന്തം ഭയങ്കരമായിരുന്നു. അത് വളരെ സമയം നീണ്ടു നിൽക്കുകയും ചെയ്തു. പക്ഷേ അമാനുഷിക ശക്തിയോടെ പോരാടിക്കൊണ്ടിരുന്ന അർജുനന്റെ മുന്നിൽ കർണൻ മുട്ടുകുത്തി. ആയുധങ്ങളെല്ലാം നഷ്ടപ്പെട്ട് അവശനായ അവൻ ഓടുക തന്നെ ചെയ്തു. കർണൻ ഓടുന്നത് കണ്ടപ്പോൾ കൃപാചാര്യൻ അർജുനന്റെ നേർക്ക് തിരിഞ്ഞു. അദ്ദേഹം തൻ്റെ ഗുരുവായതുകൊണ്ട് ഗുരുവിനെ വന്ദിക്കുന്നുവെന്ന് സങ്കല്പിച്ച് ആദ്യമായി 2 ബാണങ്ങൾ അർജുനൻ അയച്ചു. അത് രണ്ടും കൃപന്റെ പാദങ്ങളോട് ചേർന്ന് ഭൂമിയിൽ തറച്ചു വന്നു. തന്നെ വന്ദിക്കുകയാണ് അർജുനൻ ചെയ്തതെന്ന് കൃപാചാര്യർക്ക് മനസ്സിലായി. അദ്ദേഹം തൻ്റെ ശിഷ്യനെ മനസ്സാലെ ശ്ലാഘിച്ചു. എങ്കിലും കൗരവപക്ഷത്ത് നിൽക്കുന്ന താൻ ഉൾപ്പെടെയുള്ളവരുടെ അഭിമാനം കാക്കേണ്ടത് തൻ്റെ ചുമതലയായതുകൊണ്ട് കൃപൻ യാതൊരു ദാക്ഷിണ്യവും കൂടാതെ അർജുനനോട് ഏറ്റുമുട്ടി. അസ്ത്രവിദ്യയിൽ അപാരമായ വൈദഗ്ധ്യമുള്ള കൃപനും സവ്യസാചിയും തമ്മിലുണ്ടായ യുദ്ധം അത്ഭുതകരവും അസാധാരണവും ആയിരുന്നു. ഈ യുദ്ധം കാണുവാൻ ഇന്ദ്രാദി ദേവന്മാർ പോലും ആകാശത്ത് വന്ന് നിരന്നു വന്നു. കൃപർ ഉഗ്രമായി പോരാടിയിട്ടും സവ്യസാചിയെ കീഴടക്കാൻ കഴിഞ്ഞില്ല. കൃപന്റെ എല്ലാ അസ്ത്രങ്ങളെയും എതിരസ്ത്രങ്ങളയച്ച് ഛിന്ന ഭിന്നമാക്കാൻ അർജുനന് കഴിഞ്ഞു. വളരെ സമയം യുദ്ധം നീണ്ടപ്പോൾ കൃപൻ ക്ഷീണിതനായി. അവസാനം ഗത്യന്തരമില്ലാതെ അദ്ദേഹം യുദ്ധത്തിൽ നിന്നും പിന്മാറി. കൃപർ പിന്മാറിയപ്പോൾ ദ്രോണൻ വില്ലും അമ്പുമായി ചുവന്ന കുതിരകളെ പൂട്ടിയ രഥത്തിൽ അർജുനന്റെ നേരെ പാഞ്ഞെടുത്തു. അത് കണ്ട അർജുനൻ തൻ്റെ ഗുരുവിൻ്റെ രഥത്തിൽ പാർശ്വഭാഗത്തേക്ക് തേര് തെളിക്കുവാൻ ഉത്തരനോട് ആവശ്യപ്പെട്ടു. ഉത്തരൻ അപ്രകാരം ചെയ്തു. അപ്പോൾ ശ്വേതവാഹനൻ പറഞ്ഞു, ഗുരു വന്ദനം.
ഭവാൻ എന്നിൽ അനിഷ്ടം തോന്നരുത്. ഭവാൻ ഇങ്ങോട്ട് എയ്തതിൽ പിന്നെ മാത്രമേ ഞാൻ അങ്ങോട്ട് എയ്യുകയുള്ളൂ. ദ്രോണൻ 20-ൽ പരം അമ്പുകൾ അർജുനന്റെ നേരെ പ്രയോഗിച്ചു. എന്നാൽ തൻ്റെ ശരീരത്തിൽ കൊള്ളുന്നതിന് മുമ്പ് തന്നെ കൈവേഗത്തോടെ അർജുനൻ അസ്ത്രങ്ങളയച്ച് ദ്രോണാസ്ത്രങ്ങളെയെല്ലാം തെറിപ്പിച്ചു കളഞ്ഞു. ഐന്ദ്രം, വാരുണം, വായവ്യം, പാർവതം, നാഗം, ഗാരുഡം തുടങ്ങിയ ദിവ്യാസ്ത്രങ്ങൾ പാർത്ഥന്റെ നേർക്ക് ദ്രോണൻ അയച്ചു. എന്നാൽ സവ്യസാചി അവയെയെല്ലാം പ്രത്യസ്ത്രങ്ങളാൽ നിർവീര്യമാക്കി കളഞ്ഞു. സമയം ദീർഘിക്കുന്തോറും ദ്രോണ തളരാൻ തുടങ്ങി. എന്നാൽ അർജുനന്റെ ശക്തിയും പൗരുഷവും കൂടിക്കൂടി വന്നതേ ഉള്ളൂ. ഇത് കണ്ട് ദേവന്മാർ പോലും അത്ഭുതപ്പെട്ടു. വിജയനെതിരായി ലോകത്തിൽ യാതൊരു ശക്തിയും ഇല്ലെന്ന് പോലും അവർക്ക് തോന്നി. ഏറെ നേരം യുദ്ധം ചെയ്തതിന് ശേഷം ദ്രോണൻ അവശനായി പിൻവാങ്ങി. ദ്രോണൻ പിൻവാങ്ങുന്നത് കണ്ട് സഹിച്ചു നിൽക്കാൻ അദ്ദേഹത്തിൻ്റെ പുത്രനായ അശ്വത്ഥാമാവിന് കഴിഞ്ഞില്ല. അവൻ അത്യന്തം വീറോടും വാശിയോടും കൂടി അർജുനനോട് ഏറ്റുമുട്ടി. ദ്രോണി അസാധാരണ വില്ലാളികളിൽ ഒരുവനാണ്. ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിക്കുന്നതിലും സമർത്ഥനാണ്. സാധാരണ യോദ്ധാക്കളൊന്നും അവനോട് എതിർക്കാൻ ശക്തരല്ല. എന്നാൽ അർജുനനോട് ഏറ്റുമുട്ടിയപ്പോൾ അർജുനൻ അശ്വത്ഥാമാവിനെ നിരന്തരമായ അസ്ത്രപ്രയോഗം കൊണ്ട് വെള്ളം കുടിപ്പിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ അവൻ്റെ ശക്തിയും വീര്യവും ക്ഷയിക്കാൻ തുടങ്ങി. അവസാനം ദ്രോണപുത്രനും പിന്മാറി. കൗരവപക്ഷത്തെ പ്രമുഖരായവരെല്ലാം വിജയനോട് പരാജയപ്പെട്ട് പിന്മാറുന്നത് കണ്ടപ്പോൾ കൗരവപടയുടെ വീര്യം നശിച്ചു. സൈന്യങ്ങൾ പരാജയഭീതി മൂലം വ്യൂഹം തകർത്ത് പലായനം തുടങ്ങി. അവർ പ്രാണഭീതി നിമിത്തം ഓടി ഒളിക്കുകയും ചെയ്തു. ഭീഷ്മപിതാമഹൻ അർജുനന്റെ വീരപരാക്രമങ്ങളെല്ലാം കണ്ട് ഒരു വൃക്ഷച്ചുവട്ടിൽ ഒഴിഞ്ഞുമാറി നിൽക്കുകയായിരുന്നു. പ്രമാണികളെല്ലാം തോൽപ്പിച്ചോടിച്ച കിരീടി ഭീഷ്മൻ ദൂരെ നിൽക്കുന്നത് കണ്ട് ഭീഷ്മരുടെ അടുക്കലേക്ക് തേര് തെളിക്കാൻ ഉത്തരനോട് പറഞ്ഞു. അർജുനന്റെ തേര് ഭീഷ്മ സന്നിധിയിലെത്തി. അർജുനൻ ഭീഷ്മനോട് എതിരിട്ടു. ഇത് കണ്ട കൗരവ സൈന്യാധിപന്മാർ ഓടിയൊളിച്ച യോദ്ധാക്കളെ പ്രേരിപ്പിച്ച് ഭീഷ്മരോടൊപ്പം അർജുനനെ നേരിട്ടു. അർജുനൻ അസാമാന്യമായ വേഗതയോടെ അമ്പെയ്യാൻ തുടങ്ങി. അർജുനന്റെ വില്ലിൽ നിന്ന് മാത്രമേ അമ്പെയ്യുന്നുള്ളൂ എന്ന് തോന്നത്തക്ക നിലയിൽ അത്രമാത്രം അമ്പുകൾ ഫൽഗുനൻ ലാഘവത്തോടെ കൗരവ സൈന്യത്തിൻ്റെ മേൽ എയ്തു. അവർ എയ്ത അമ്പുകളെയെല്ലാം തടഞ്ഞു മുറിച്ചും തൻ്റെ അമ്പുകൾ ലക്ഷ്യം തെറ്റാതെ അവരുടെ മേൽ ചൊരിഞ്ഞും ആ സൈന്യത്തിൻ്റെ മിക്ക ഭാഗത്തെയും അവൻ കൊന്നൊടുക്കി. ശേഷിച്ചവർ ഓടിപ്പോയി. അവസാനം അർജുനനും ഭീഷ്മനും കൂടി മാത്രമായി യുദ്ധം. എല്ലാവരും ആശ്ചര്യപ്പെടുമാറ് അസ്ത്രശസ്ത്രപരംഗതനായ ഭീഷ്മപിതാമഹനെ അർജുനൻ ക്ലേശിപ്പിച്ചു. അത്യന്തം രോമാഞ്ചജനകമായിരുന്നു അവർ തമ്മിലുണ്ടായ യുദ്ധം. അർജുനന്റെ തീക്ഷ്ണങ്ങളായ ശരങ്ങൾ കണ്ട ഭീഷ്മന്റെ പോർച്ചട്ട പൊളിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മുറിവേറ്റ് രക്തം പ്രവഹിച്ചു. ഭീഷ്മനും അർജുനനോട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ പിൻവാങ്ങി. ഭീഷ്മനും പിന്മാറിക്കഴിഞ്ഞപ്പോൾ അർജുനനെ ജയിക്കാമെന്നുള്ള കൗരവരുടെ മോഹാഗ്നി കെട്ടുതുടങ്ങി. എങ്കിലും അണയാൻ പോകുന്ന അഗ്നി ആളിക്കത്തുന്നത് പോലെ പരാജിതരായ എല്ലാ വീരന്മാരും സൈന്യങ്ങളും ചേർന്ന് ഒരുമിച്ച് അർജുനനെ എതിർത്തു. അർജുനൻ ഉടൻ തന്നെ അവരുടെ നേരെ സമ്മോഹനാസ്ത്രം പ്രയോഗിച്ച് ശംഖു വിളിച്ചു. ഇതിൻ്റെ ശബ്ദം നാനാ ദിക്കുകളിലും മാറ്റൊലി കൊണ്ടു. അത് കേട്ടപ്പോൾ സകല കൗരവന്മാരും മോഹാലസ്യപ്പെട്ടു. അവരുടെ കൈകളിൽ നിന്ന് വില്ലുകൾ താഴെ വീണു. അവരെല്ലാം ഭൂമിയിലും വീണു. അപ്പോൾ വിജയൻ ഉത്തരനോട് പറഞ്ഞു, ഉത്തര, നീ പോയി കൗരവരുടെ ഭംഗിയേറിയ വസ്ത്രങ്ങൾ അഴിച്ചെടുത്ത് കൊണ്ടുവരിക. കൗരവരെ ജയിച്ച് അവരുടെ വസ്ത്രങ്ങൾ കൊണ്ടുവരണമെന്ന് നിന്റെ സോദരി ആവശ്യപ്പെട്ടില്ലേ? വേഗമാകട്ടെ, അവരെല്ലാം മോഹാലസ്യപ്പെട്ട് കിടക്കുകയാണ്. ഉത്തരൻ പോയി ദുര്യോധനൻ്റെയും കർണൻ്റെയും അശ്വത്ഥാമാവിൻ്റെയും ദ്രോണൻ്റെയും മറ്റും വിചിത്ര വർണ്ണാങ്കിതമായ വസ്ത്രങ്ങൾ അഴിച്ചെടുത്തു കൊണ്ടുവന്ന് തേരിൽ കരേറി. സമ്മോഹനാസ്ത്രത്തിൻ്റെ മോഹവലയത്തിൽ നിന്നും മോചിതരായ ദുര്യോധനാദികൾക്ക് ബോധം തെളിഞ്ഞപ്പോൾ അർജുനനെ ആക്രമിക്കുക എന്ന് ദുര്യോധനൻ ആക്രോശിച്ചു. ഇത് കേട്ട് ഭീഷ്മൻ പറഞ്ഞു, ദുര്യോധന, ഇത്രയുമായിട്ട് നിനക്ക് വിവേകമുദിച്ചില്ലേ? അമ്പും വില്ലുമില്ലാതെ പ്രജ്ഞയേറ്റ് കിടന്ന നമ്മയൊക്കെ പാർത്ഥന് നിഷ്പ്രയാസം കൊല്ലാമായിരുന്നു. എന്നിട്ടും അവൻ്റെ ധർമ്മബോധം കൊണ്ട് അവൻ അത് ചെയ്തില്ല. ബീഭത്സു യുദ്ധത്തിൽ പോലും അധർമ്മം ചെയ്യുന്നവനല്ല. ഇനിയും അവനോട് ഏറ്റുമുട്ടി മരിക്കാൻ ഇടയാകരുത്. വിജയൻ വിജയിച്ചിരിക്കുന്നു. അവൻ പശുക്കളെ കൊണ്ടുപോയിക്കൊള്ളട്ടെ. ഇനി നാം ഇവിടെ നിൽക്കണ്ട, വേഗം രാജധാനിയിലേക്ക് മടങ്ങിപ്പോകുന്നതാണ് നല്ലത്. ദുര്യോധനൻ നെടുവീർപ്പിട്ടും മിണ്ടാതിരുന്നു. എല്ലാവരും ഭീഷ്മരുടെ നിർദ്ദേശപ്രകാരം തിരിച്ചു പോകാൻ തീരുമാനിച്ചു. ഇനി വിജയിയായ വിജയൻ. അർജുനനും അവരോട് യാത്ര പറഞ്ഞു. അത് വിചിത്രമായ രീതിയിലായിരുന്നു. അവൻ ഭീഷ്മൻ, ദ്രോണൻ, കൃപൻ എന്നിവരുടെ പാദങ്ങളിലേക്ക് ഈ 2 അമ്പുകൾ എയ്തുവിട്ടു. അത് അവരുടെ പാദങ്ങളുടെ മുന്നിൽ വന്ന് തറച്ചു നിന്നു. തങ്ങളുടെ പാദങ്ങളിൽ തൊട്ട് നമസ്കരിച്ചുകൊണ്ടുള്ള പാർത്ഥൻ്റെ യാത്ര പറച്ചിലാണ് അതെന്ന് അവർക്ക് മനസ്സിലായി. അവർ ശ്വേതവാഹനന് മനസ്സാ മംഗളം നേർന്നു. ദുര്യോധനോട് പാർത്ഥൻ യാത്ര പറഞ്ഞത് മറ്റൊരു വിധത്തിലായിരുന്നു. ഒരമ്പെയ്ത് ദുര്യോധനന്റെ കിരീടം ശിരസിൽ നിന്നും തെറിപ്പിച്ചു. ഭാവിയിൽ നിന്റെ കിരീടം തെറിപ്പിക്കുമെന്നുള്ള സൂചനയായിരുന്നു ഇത്. ഉള്ളിൽ ഉറഞ്ഞുകൂടിയ അമർഷം കടിച്ചമർത്തിക്കൊണ്ട്
മറ്റുള്ളവരോടൊപ്പം ദുര്യോധനൻ സ്ഥലം വിട്ടു. അർജുനനും ഉത്തരനും കൂടി ചിതറിയ ഗോക്കളെയൊക്കെ ഒന്നിച്ചു ചേർത്ത് വിരാട നഗരത്തിലേക്ക് തെളിച്ചു. അവരും പിന്നാലെ പുറപ്പെട്ടു. ശമീവിഷം നിന്ന ചുടുകാട്ടിലെത്തിയപ്പോൾ തേര് നിർത്തി അർജുനനും ഉത്തരനും തേരിൽ നിന്നിറങ്ങി. അവർ അവിടെ അല്പം വിശ്രമിച്ചു. അർജുനന്റെ ശരീരത്തിൽ ധാരാളം മുറിവുകൾ പറ്റിയിരുന്നു. എന്നാൽ അതൊന്നും ദേവന്മാരുടെയും പരമശിവന്റെയും അനുഗ്രഹത്താൽ ഒരു വിധത്തിലും അർജുനനെ പീഡിപ്പിച്ചില്ല. ശമീവിഷത്തിൽ നിന്നെടുത്ത എല്ലാ ആയുധങ്ങളും വീണ്ടും വിഷത്തിന്റെ പോടുകളിൽ തന്നെ സുരക്ഷിതമായി ഒളിച്ചു വെച്ചു. അർജുനന്റെ ധ്യാനശക്തി കൊണ്ട് ആവിർഭവിച്ച വാനരധ്വജം തേരിൽ നിന്ന് അപ്രത്യക്ഷമായി. അതിൻ്റെ സ്ഥാനത്ത് വിരാട രാജാവിൻ്റെ സിംഹധ്വജം ഉയർന്നു. ഇതോടുകൂടി ഈ അധ്യായം ഇവിടെ അവസാനിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഇനി അജ്ഞാതവാസം സമാപ്തം എന്ന ഭാഗം നാളെ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.